ഹായ്, എൻ്റെ പേര് സോഫി മനീഷ്. SM വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും ഞാൻ രേണുസുധിയുടെ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നും പറയരുത്. യൂട്യൂബ് തുറന്നു വെച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ എൻ്റെയും ഇതിൽ വരുന്നത് ഫുള്ളും രേണുസുധി തന്നെ. രേണുസുധിയുടെ വിഷയങ്ങളാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതും കൂടി കുത്തിത്തിരിക്കി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആവും, നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആവും. അല്ലെങ്കിലും ബോറിംഗ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിച്ചു നീട്ടാണ്ടാണ് രണ്ട് വീഡിയോ ഇടാനുള്ള കാരണം. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയണമെന്നുണ്ടെങ്കിൽ രേണുസുധിയുടെ അടുത്തൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതും റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ രേണുസുധിയുടെ വീടിൻ്റെ ചോർച്ച വിഷയം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കുറച്ച് സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിച്ചു മനഃപൂർവ്വം ഇനി വീട്ടിൽ പോയിട്ട് ഈ പ്രശ്നങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടതാണോ എന്നൊരു സംശയം നമ്മളിങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അല്ലാന്നാണ് നമ്മുടെ കിച്ചു പറഞ്ഞത്. കിച്ചുവിൻ്റെ ലൈവ് 100K ആയിരുന്നു കേട്ടോ. കിച്ചുവിന് 100 അല്ല, ഇപ്പം ഇതിനും കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ കിച്ചുവിന് കൺഗ്രാജുലേഷൻസ്. അപ്പം അതിൻ്റെ സെലിബ്രേഷൻ കാര്യം ആ വീഡിയോൻ്റെ ഇടയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം അല്ല, അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടേക്ക് പോകേണ്ടി വന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുത്തതാണ് എന്നുള്ള കാര്യം കിച്ചു അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടെന്ന് പറയാം. എനിക്ക് തോന്നുന്നത് ഈ കിച്ചു ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ അന്നത്തെ കിച്ചുവിൻ്റെ വീഡിയോയിൽ അറിയാമല്ലോ, സുധിച്ചേട്ടൻ്റെ അവാർഡുകൾ ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ, അതായിരുന്നല്ലോ അന്നത്തെ വിഷയം. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണുസുധി, ഞാൻ ആ വീഡിയോ ആദ്യം പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കുറച്ച് പേര് ഇതൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വീഡിയോ പ്ലേ ചെയ്യുക. അതൊന്ന് കണ്ടിട്ട് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ, അത് ഇതിന്റെ അടിയിലും കൊണ്ട് വെച്ചേക്കാം. തുറക്കുമ്പോ എല്ലാം കൂടെ താഴെ പോയി. ശരിയാകത്തില്ല. ഇത് തുണിയെല്ലാം ഇരിക്കും. അമ്മേ, ഇതെല്ലാം തുണി. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും അടുക്കി വെച്ചിട്ടില്ല. സുധിച്ചാട്ട ലാസ്റ്റ് കൊണ്ടുപോയ ബാഗ് ബ്ലഡ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പോയില്ലേ അതുകൊണ്ട് ഡ്രസ്സ് ചിലപ്പോ തലേന്നിട്ട ഡ്രസ്സ് ഇതല്ല പെർഫ്യൂം ഉണ്ടാക്കി. ഇത് തലേന്ന് എന്റെ കൂടെ ഉറങ്ങി എന്നിട്ട് പോയില്ല. ഈ ഡ്രസ്സ് ഇതുവരെ ഈ കയ്യിൽ ഈ ഡ്രസ്സ് കഴുകിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുല്ലോ, നമ്മുടെ രേണു ചേച്ചിയുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിൽ വന്നൊരു ഹോം ടൂർ പോലെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളും ചെയ്യണതാണ്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ തന്നെ ഇരിക്കും ആസ് യൂഷ്വൽ നമ്മുടെ ഹാളിൽ ടേബിളിൽ രേണു ചേച്ചിയുടെ പുരസ്കാരങ്ങൾ നിരന്നിരിക്കുന്നു. രേണു ചേച്ചി ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനുള്ളത് ഇതിനുള്ളത് മറ്റതിൻ്റെ മറച്ചതിൻ്റെ എന്ന് പറഞ്ഞ് വലിയ കാര്യമായിട്ട് എല്ലാ അവാർഡ്സിൻ്റെയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ സുധിച്ചേട്ടൻ്റെ അവാർഡ് പിന്നെ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ അവിടെ തന്നെ ഭദ്രമായിരിക്കുന്നുണ്ട്. അത് രേണു ചേച്ചി പറയാതിരിക്കുന്നില്ല കേട്ടോ. സുധിച്ചേട്ടൻ്റെ പിന്നെ കുറേ അവാർഡുകളുണ്ട്, അത് വെക്കാൻ നമുക്ക് സ്ഥലമില്ലാത്ത കാരണം അത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് രേണു ചേച്ചിക്ക്. പക്ഷേ 4-5 അവാർഡ്സ് ഉള്ളൂല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയും വരാനുണ്ട്. ഇനിയിപ്പോൾ രേണു ചേച്ചിയുടെ അവാർഡ് കൂടുമ്പോൾ ഇതുപോലെ കട്ടിലിൻ്റെ അടിയിൽ പോകുമോ അതോ ഇനി വേറെ ഷെൽഫ് പണിയുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് കയറുമ്പോൾ തന്നെ അതൊരു കോമഡിയാണ്. എന്തായാലും ഈ കട്ടിലിൻ്റെ അടിയിൽ അവാർഡ് വിഷയത്തിന് മുമ്പ് എടുത്തിരുന്ന ഇൻ്റർവ്യൂ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അതിന് ശേഷമുള്ള ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇങ്ങനെ എന്തായാലും വരില്ലല്ലോ. അപ്പോൾ ചേച്ചിയുടെ നമ്മുടെ മറ്റേ നാഗവല്ലി പോലെ പാലക്കാമാല, മദ്യമാല, ചെലങ്ക എന്ന് പറയുന്ന പോലെ എല്ലാ അവാർഡുകളും എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞാണ് അടുത്ത കാര്യം, മെയിൻ അലമാരി വിഷയം. രേണു ചേച്ചിയുടെ വീട്ടിൽ ഓരോരോ വിഷയങ്ങളാണ്. കട്ടിൽ വിഷയം, മറ്റേ ഷെൽഫ് വിഷയം, ചോർച്ച വിഷയം, അലമാരി വിഷയം. ഇപ്പോൾ ലാസ്റ്റ് ആയിരിക്കുന്ന വിഷയമാണ് അലമാരി വിഷയം. അപ്പോൾ അവിടെ രേണുസുധിയുടെ റൂമിലേക്കാണ്. അപ്പോൾ അവിടെ അലമാരകളിലേക്കാണ് ക്യാമറ ഒപ്പാൻ വേണ്ടി പോകുന്നത്. രേണു ചേച്ചി സമ്മതിക്കുന്നില്ലെന്നോ, അലമാര തുറക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഇൻ്റർവ്യൂവർ വിടുന്നില്ല. അലമാരി തുറന്ന് അലമാരിയുടെ ഉള്ളിലും കൂടി എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ രേണു ചേച്ചി സമ്മതിക്കുമോ? അലമാരിയുടെ ഉള്ളിൽ നിറച്ച് ഡ്രസ്സാണ്. തുറക്കുമ്പോഴേക്കും അങ്ങ് ഏതാണ്ട് ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇത്ര നാൾ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞിരുന്നത്. രേണു ചേച്ചിയുടെ കയ്യിൽ കാശില്ല, ഡ്രസ്സ് വാങ്ങാൻ കാശില്ല, കൊച്ചിന് കുട്ട വാങ്ങാൻ കാശില്ല, ബാഗ് വാങ്ങാൻ കാശില്ല, അങ്ങനെ ഒന്നും വാങ്ങാൻ കാശില്ല രേണു ചേച്ചിക്ക്. എന്ന് വെച്ചാൽ ഡ്രസ്സ് പാവം ഫ്രണ്ട്സിൻ്റെ കാരണം കൊണ്ട് ഇവരൊക്കെ കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പാവം ഇൻ്റർവ്യൂസിനും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ എല്ലാവരും കൊടുത്തപ്പോൾ രേണു ചേച്ചിയുടെ അലമാരി ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഡ്രസ്സൊക്കെ.
തുറക്കാൻ വരെ പറ്റുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കണം രേണു ചേച്ചി. പക്ഷേ ആരെങ്കിലും കുറച്ച് അലമാരയും കൂടി കൊടുത്ത് പാവം രേണു ചേച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാം. കാരണം അലമാര എന്തെങ്കിലും തുറക്കണം. അലമാരയുടെ ഉള്ളിലാണ് നമ്മുടെ ബാഗിൽ മുമ്പേത് വീഡിയോയിൽ കണ്ടു, ബാഗിൽ നമ്മുടെ സുധിച്ചേട്ടൻ്റെ മറ്റേ മരിച്ച സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞ് നിവർത്തില്ലാതെ രേണു ചേച്ചിക്ക് അത് ചെയ്യേണ്ടി വന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ക്യാമറയുടെ കണ്ണിൽ പെടാതെ രേണു ചേച്ചി അടിയിൽ നിന്ന് സൂക്ഷിച്ച് വെച്ച്, അതായത് അവാർഡ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സുധിച്ചേട്ടൻ ആ വിലപിടിപ്പുള്ള മരണസമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സ്, അതായത് രേണു ചേച്ചി കഴുകാതെ നനയ്ക്കാതെ അത്രയും കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്ന ഡ്രസ്സ് അലമാരിയുടെ അടിയിൽ നിന്ന് എടുത്ത് പൊക്കി, ആരും കാണാതെ അലമാരിയുടെ അടിയിൽ നിന്ന് എടുത്ത് പൊക്കി അത് പിന്നെ അവിടെ കുറേ നാടകങ്ങൾ അരങ്ങേറുണ്ട്. അത് മണപ്പിക്കലായി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അരങ്ങേറുണ്ട്. അപ്പോൾ ഫുൾ ഇങ്ങനത്തെ കോമഡികളാണ്. സുധിച്ചേട്ടന് പണിത വീട്, അല്ല സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് പണിത വീട്, സുധിച്ചേട്ടൻ്റെ വീട്, ആ സുധിച്ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കിട്ടിയ വീട്. അപ്പോൾ ഇത്രയും ഇതിൽ സുധിച്ചേട്ടൻ ഇല്ല, ശരി സുധിച്ചേട്ടൻ ജീവിച്ചിരിപ്പില്ല. പക്ഷേ സുധിച്ചേട്ടൻ്റെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആൾ ജീവിച്ചിരുന്നപ്പോൾ കുറേ കാര്യങ്ങളുടെ ഓർമ്മകളുണ്ട്. അതായത് സുധിച്ചേട്ടൻ്റെ അവാർഡുകൾ, ഫോട്ടോസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെങ്ങനും ഒന്ന് പ്രോപ്പറായി രേണുവിനൊന്ന് കരുതി വെക്കാം. പ്രത്യേകിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇനിയും രേണു പഠിക്കുന്നില്ലേ ഓരോരോ സാധനങ്ങൾ, ഇനി എന്തൊക്കെയൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ പൊന്തി വരാനിരിക്കുന്നോ എന്തോ. എന്തായാലും ഇങ്ങനത്തെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളും വരുന്നത് കാരണം രേണു ചേച്ചിക്ക് എന്തായാലും നല്ല കാലമാണ് ഇപ്പം എന്തായാലും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ആൾക്കാർക്ക് ഇപ്പോൾ പറഞ്ഞ് ഇപ്പം എന്താ പറയാമെന്ന് അറിയാതെയായി, ആ ഒരു സ്റ്റേജായി തുടങ്ങി. കാരണം കഴിഞ്ഞു, എല്ലാം കത്തിക്കല് രേണുവിൻ്റെ കഴിഞ്ഞു. പണിത് വെച്ച് ചീട്ടുകൊട്ടാരൊക്കെ പടപടപെന്ന് പറഞ്ഞ് താഴെ വീണ് ആകെ നശിച്ചു പോയി. ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും വരാനില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് എല്ലാം രേണു ചേച്ചിയുടെ എല്ലാം കാര്യങ്ങളും പുറത്തായി. അപ്പം എന്താ പറയാല്ലേ, എന്തപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ. അപ്പോൾ ഇൻ്റർവ്യൂ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനിയും കുറച്ച് കോമഡികൾ ഇൻ്റർവ്യൂവിൽ വരാനുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യുക. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റായോ ഒക്കെ വരെ നിങ്ങളുടെ ചിന്തകളല്ല എൻ്റെ ചിന്ത. അപ്പം ഇത്രയൊക്കെ പറയാനുള്ള ഈ വീഡിയോനെ കുറിച്ച് ഒരുപാട് വലിച്ചു നീട്ടണില്ല. അപ്പോൾ ഒരു വിധം കുറേ വീഡിയോസായി രേണുസുതി മൊത്തം രേണുസുതിമയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ, സേഫായിട്ടിരിക്കുക.